നമസ്കാരം. തുഞ്ചൻ മീഡിയയുടെ സ്പാർക്ക് ഓഫ് ടാലന്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ ഒരു യുവ കവയിത്രിയെയാണ്. 1 മണിക്കൂറിനുള്ളിൽ 55 ഇംഗ്ലീഷ് കവിതകൾ രചിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശി പ്രാർത്ഥനാ പ്രേം എന്ന മിടുക്കിക്കുട്ടിയെയാണ്. അറിയാം നമുക്ക് വിശേഷങ്ങൾ. കേരളത്തിലെ യുവകവയിത്രിക്ക് ദേശീയ അംഗീകാരം, വികാരാത്മക കവിതകളിലൂടെ ശ്രദ്ധേയ നേട്ടം. സൃഷ്ടിപരമായ കഴിവും ആഴമുള്ള വികാരപ്രകടനവും കൊണ്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശിയായ 19-കാരി പ്രാർത്ഥനാ പ്രേം IBR അച്ചീവർ എന്ന ബഹുമതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിക്കൊണ്ട് ദേശീയ തലത്തിൽ അംഗീകാരം നേടി. നമസ്കാരം, എൻ്റെ പേര് പ്രാർത്ഥനാ പ്രേം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഫോറൻസിക് ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകാനന്ദ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ജയ്പൂരിലാണ് പഠിക്കുന്നത്. കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങുന്നത്. കവിത എഴുതി തുടങ്ങാനുള്ള കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പല സാഹിത്യക്കാരുടെയും ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും വ്യത്യസ്തമായ ഭാഷയിൽ അവർ സംസാരിക്കണ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭാഷയോട് കേൾക്കാനൊക്കെ. പിന്നെ അത് മെല്ലെ എഴുതാനൊക്കെ ശ്രമിച്ച് അങ്ങനെ ആദ്യമായിട്ട് കവിത എഴുതിയതൊക്കെ മലയാളത്തിലാണ്. പിന്നെ പോകെ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങി. പിന്നെ മുഴുവൻ ഇംഗ്ലീഷിലോട്ടുള്ള കവിതകളായിരുന്നു ഫുള്ള് എഴുതിയതൊക്കെ. 1 മണിക്കൂറിനുള്ളിൽ താൻ സ്വയം രചിച്ച 55 ഇംഗ്ലീഷ് കവിതകൾ അവതരിപ്പിച്ചാണ് പ്രാർത്ഥനാ പ്രേം ഈ നേട്ടം കൈവരിച്ചത്. ദുഃഖം, നഷ്ടപ്രണയം, പശ്ചാത്താപം, മാനസിക വേദന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രാർത്ഥനാ പ്രേമിന്റെ കവിതകൾ. 2026 മെയ് 9 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എഡിറ്റോറിയൽ ബോർഡ് നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സാഹിത്യ പ്രതിഭ മാത്രമല്ല, മനുഷ്യന്റെ സങ്കീർണമായ വികാരങ്ങളെ ശക്തമായ കവിതകളാക്കി മാറ്റാനുള്ള കഴിവും പ്രാർത്ഥനാ പ്രേമിന്റെ ഈ നേട്ടം തെളിയിക്കുന്നു. ചില മനുഷ്യവികാരങ്ങൾ നമുക്കിങ്ങനെ സാധാരണ സംഭാഷണത്തിലൂടെ നമുക്കിങ്ങനെ മറ്റൊരു വ്യക്തിനോട് കൺവേ ചെയ്യാൻ കുറച്ച് പാടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനത്തെ ഒരു ജോണർ ഫോക്കസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. മിക്കതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റിയിട്ടാണ് എഴുതിയത്. അതല്ലാതെ നമ്മുടെ ഭാവിനെ പറ്റിയിട്ടും എങ്ങനെ നമ്മൾ താഴ്ചകളെയും തോൽവികളെയും വളരെ സക്സസ്ഫുൾ ആക്കി കാണാൻ, പോസിറ്റീവാക്കി കാണേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് കവിതകളും എഴുതാറുണ്ട്. പ്രാർത്ഥനാ പ്രേം ആദ്യം തൻ്റെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിനായാണ് കവിത എഴുതി തുടങ്ങിയത്. പിന്നീട് അതൊരു ഗൗരവമായ സൃഷ്ടിപരമായ ശ്രമമായി വളർന്നു. ഇത് ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിച്ചു. തൻ്റെ ഈ നേട്ടത്തിനു പിന്നിൽ മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അവരുടെ വിശ്വാസമാണ് തനിക്ക് ആത്മവിശ്വാസം നൽകിയതെന്നും പ്രാർത്ഥനാ പ്രേം പറഞ്ഞു. ആദ്യം എഴുതിയ മലയാള കവിതകളിൽ ഒരു കവിത അച്ഛനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ഞാൻ എഴുതിയത്. അപ്പം അത് വായിച്ചപ്പോൾ അച്ഛനും അമ്മയാണേലും ഇങ്ങനെ കവിത എഴുതുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അത് എഴുതാൻ ഇനിയും എഴുതണം, ഇതൊക്കെ ഉള്ളത് വളരെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ എഴുതാൻ ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവരുടേതായ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും എല്ലാം കവിത എഴുതാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് സമയത്തൊക്കെ കവിത എഴുതിയിട്ട് കൊണ്ടുവരായിരുന്നു. അമ്മ കവിത ഇതാ, ഞാൻ മഴയെക്കുറിച്ച് എഴുതി, അച്ഛനെക്കുറിച്ച് എഴുതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കലാവാസന മോൾക്കുണ്ട് എന്നുള്ളത്. പിന്നെ അത് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഉണ്ണിയേട്ടനും അവളുടെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കവിതയൊക്കെ എഴുതുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് മക്കൾ കഴിവുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ കവിത എഴുതണം, എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പോൾ എഴുതാറില്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. ഇതൊരു ഫിനിക്സ് പക്ഷിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ്. ഫിനിക്സ് പക്ഷികളെ എത്ര താഴ്ത്തിയാലും അവരെ എത്ര ഇല്ലാതെയായാലും അവരെ ഒരു ദിവസം വീണ്ടും ചിറകടിച്ച് വീണ്ടും ഉയരത്തിലോട്ട് പറക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണിത്. കവിതയുടെ പേര് ദ ഫിനിക്സ് വിത്തിൻ എന്നാണ്. ഫ്രം ആഷസ് കോൾഡ് ആൻഡ് ബ്രോക്കൺ ഇറ്റ് റോസ് വൺസ് മോർ, എ സൈലന്റ് ഫ്ലെയിം against the darkened shore. The sky had watched its final breath before, yet destiny had written something more. Its wings were scorched by sorrow's endless fire.
Its heart had carried pain and lost desire. The world believed its journey reached to the end, but flames became the strength it couldn't transcend. പ്രേംരാജ് ഷൈനി ദമ്പതികളുടെ മകളാണ് പ്രാർത്ഥന പ്രേം. ജയ്പൂർ വിവേകാനന്ദ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ പ്രാർത്ഥന പ്രേം തൻ്റെ ഈ നേട്ടം യുവ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പ്രചോദനമാണെന്നും ആത്മാർത്ഥതയും സമർപ്പണവും ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാമെന്നതിന് ഇത് തെളിവാണെന്നും ഈ നേട്ടത്തിന് ശേഷം സാഹിത്യരംഗത്ത് കൂടുതൽ മുന്നേറാനും ഭാവിയിൽ സ്വന്തം കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനും ലക്ഷ്യമിടുന്നു എന്നും പറഞ്ഞു. ഭാവിയിൽ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതി ഇറക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം ഇപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് കവിതകളാണ്, പക്ഷെ മലയാളം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പം അത് കുറച്ചും കൂടി വർക്ക് ചെയ്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു ബുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ മിക്ക പാരൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും കുറച്ചും കൂടി കരിയർ ഫോക്കസ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈം ടൈമാണ്, കരിയർ സെറ്റിലാക്കേണ്ട ടൈമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രഷറൈസ് ഉള്ളതാണ് ഈ 20s എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത്രയും പ്രഷറിലും നമ്മുടെ പാഷൻ ഒരിക്കലും നമ്മൾ കൈവിടരുത്. ഇപ്പോൾ എഴുതുന്ന ആളാണെങ്കിലും ഡാൻസ് കളിക്കുന്ന ആളാണെങ്കിലും ചിത്രം വരയ്ക്കുന്ന ആളാണെങ്കിലും ഓരോ കലയും നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്സ്, നമ്മൾ ഈ ലോകം കാണുന്ന ഓരോ പെർസ്പെക്റ്റീവ്സ് വളരെ ഡിഫറെൻ്റാണ്. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടേ വേറെയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് നമുക്ക് ലൈഫിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മളെ മുന്നോട്ട് ഇതാക്കാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് ഈ പ്രൊഫഷൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കളയരുത്. പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആക്കുന്നവരുണ്ട്. പക്ഷേ പാഷൻ ഉള്ളിടത്തോളം കാലം നമ്മളെ ലൈഫിൽ തന്നെ വളരെയധികം ഉള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് റിലീഫ് ആണെങ്കിലും എന്തിനും നമുക്ക് വേറൊന്നും തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു കലേനെ തന്നെ വളർത്തിക്കൊണ്ടുവന്നാൽ മതി. അപ്പം എന്നും നമ്മുടെ ഉള്ളിലുള്ള പാഷൻ, അതിപ്പോൾ ഒരു 5 വയസ്സുകാരിയാണെങ്കിലും 15 വയസ്സുകാരിയാണെങ്കിലും 50 വയസ്സുകാരിയാണെങ്കിലും എന്നും അത് നമ്മുടെ ഉള്ളിൽ ഒരു വളരെ അനുഗ്രഹമായി കണ്ടെത്തി അതെന്നും വളർത്തണം.